ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അടിയങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വന്നിരിക്കുന്നു. അടിയങ്ങൾ ഓരോ ദിവസവും അടിയങ്ങളുടെ ജീവിതത്തിൽ ദാനമായി തരുന്ന അനുഗ്രഹങ്ങൾക്കായിട്ട്, എണ്ണമറ്റ അനുഗ്രഹങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങളുടെ ജീവിതത്തിൽ, അടിയങ്ങളുടെ ഈ യാത്രയിൽ അടിയങ്ങളോടൊപ്പം നടക്കുന്നവർക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങളെ നിലനിർത്തുന്ന അവിടുത്തെ അചഞ്ചലമായ സ്നേഹത്തിന്, അടിയങ്ങളോട് ക്ഷമിക്കുന്ന അവിടുത്തെ കൃപയ്ക്കായിട്ട് എല്ലാ ദിവസവും രാവിലെ അടിയങ്ങളെ പുതുക്കുന്ന അവിടുത്തെ കാരുണ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു. കരുണാമയനായ കർത്താവെ, അടിയങ്ങളുടെ പാപങ്ങളും കുറ്റങ്ങളും കുറവുകളും അംഗീകരിച്ചുകൊണ്ട് അനുതപിക്കുന്ന ഹൃദയത്തോടെ അടിയങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു. അവിടുത്തെ ക്ഷമയും കാരുണ്യവും അവിടുന്ന് അടിയങ്ങളുടെ മേൽ ചൊരിയണമേ. കർത്താവെ, അടിയങ്ങളെ ശുദ്ധീകരിക്കുകയും അടിയങ്ങളുടെ ഉള്ളിൽ ഒരു നിർമ്മലമായ ഹൃദയം സൃഷ്ടിക്കുകയും ചെയ്യണമേ. അവിടുത്തെ അചഞ്ചലമായ സ്നേഹത്തിൽ അടിയങ്ങൾ ആശ്രയിക്കുന്നു. അടിയങ്ങളെ പുനഃസ്ഥാപിക്കുന്നതിനും പുതുക്കുന്നതിനും അവിടുന്ന് സഹായിക്കണമേ. കർത്താവെ, അവിടുന്ന് അടിയങ്ങളോടൊപ്പമുണ്ടെന്ന വിശ്വാസം അടിയങ്ങൾക്ക് കൂടുതൽ സംരക്ഷണം നൽകുന്നു. അവിടുത്തെ ആഴമേറിയ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. എത്ര വലിയ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ വന്നാലും, അടിച്ചമർത്തലിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ബുദ്ധിമുട്ടുകളുടെയും നടുക്ക് നിന്നാലും അവിടുന്ന് അടിയങ്ങളോട് കൂടെ ഇരിക്കുന്നു. ദൈവിക കൃപയ്ക്കായി അടിയങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ഞങ്ങൾ അറിയുന്നതിന് മുൻപ് തന്നെ അവിടുന്ന് അറിയുന്നു. അവിടുത്തെ സമൃദ്ധമായ കരുതലിന് നന്ദി പറയുന്നു. അടിയങ്ങൾക്ക് ക്ഷീണവും ബലഹീനതയും തോന്നുമ്പോൾ അവിടുന്ന് അടിയങ്ങളുടെ ആത്മാവിനെ പുതുക്കുകയും അവിടുത്തെ ആശ്രയിക്കാനുള്ള ധൈര്യം നൽകുകയും ചെയ്യുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ അടിയങ്ങളെ നിറയ്ക്കണമേ. വിശ്വാസം, പ്രത്യാശ എന്നിവയാൽ ഓരോ ദിവസവും നേരിടാനുള്ള കൃപ അവിടുന്ന് അടിയങ്ങൾ തരയണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ യാചിക്കുന്നു, കൃപയോടെ കേൾക്കണമേ.